നമസ്കാരം. നിയുക്ത പശ്ചിമബംഗാളിൻ്റെ മുഖ്യമന്ത്രി സുവേന്ദു അധികാരി അദ്ദേഹം പശ്ചിമബംഗാൾ തന്നെയുള്ള ഒരു വീട് സന്ദർശിച്ചു. അവിടുത്തെ ഗൃഹനാഥയെ, ആ ഗൃഹനാഥയുടെ കുഞ്ഞിനെയുമൊക്കെ ആശ്വസിപ്പിക്കുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അത് ഒരു വെറും കുടുംബമല്ല, ഒരു സാധാരണ കുടുംബമല്ല. എത്രയോ കാലമായിട്ട് അദ്ദേഹത്തിൻ്റെ നിഴൽ പോലെ അദ്ദേഹത്തിൻ്റെ കൂടെ നടന്നിരുന്ന പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന ചന്ദ്രനന്ദൻ എന്ന വ്യക്തിയുടെ വീടാണ്. ഈ ചന്ദ്രനന്ദനാണ് അവിടെ തെരഞ്ഞെടുപ്പ് ഫലം വന്ന് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തൃണമൂൽ ഗുണ്ടകൾ വെടിവെച്ച് കൊന്ന അതേ ചന്ദ്രനന്ദൻ്റെ വീടാണ്. തീർച്ചയായിട്ടും അതിൽ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് അതികഠിനമായിട്ടുള്ള പ്രതികാരവാജ്ഞ ഉണ്ടായിരിക്കണം. അതാണ് അദ്ദേഹം അവിടെ പ്രകടിപ്പിക്കുന്നത്. ഒരൊറ്റ തൃണമൂൽ ഗുണ്ടകളെയും ഞാൻ വെറുതെ വിടില്ല, ഇത് ചെയ്ത എല്ലാ തൃണമൂൽ ഗുണ്ടകളെയും, എല്ലാ ജിഹാദികളെയും ഞാൻ കെട്ടുകെട്ടിക്കും എന്നാണ് അദ്ദേഹം അവിടെ അവർക്ക് വാക്ക് കൊടുക്കുന്നത്. അതുകൂടാതെ ചന്ദ്രനന്ദൻ്റെ മകനെ അദ്ദേഹം ദത്തെടുക്കുകയും ചെയ്യുന്നുണ്ട്. അത് വളരെ വികാരനിർഭരമായിട്ടുള്ള ഒരു രംഗമാണ് അവിടെ. ഇത് ദേശീയ മാധ്യമങ്ങളെല്ലാം ഇതിനകം തന്നെ കാണിച്ചു കഴിഞ്ഞത്. എത്ര അഹങ്കാരവും എത്ര ധാർഷ്ട്യവുമാണ് തൃണമൂലിൻ്റെ ഗുണ്ടകൾ കാണിച്ചത് എന്നോർക്കുക. ഭരണം BJP പിടിച്ചതിന് ശേഷവും മുഖ്യമന്ത്രിയാവും എന്ന് 100% ഉറപ്പുള്ള ഒരു വ്യക്തിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയെ ഇതുപോലെ വെടിവെച്ച് കൊല്ലണമെങ്കിൽ അവർ ഈ ഭൂമിയിൽ ജീവിക്കാൻ അർഹരാണോ? അല്ലെങ്കിൽ അവർ തന്നെ തീരുമാനിച്ച് കാണും, ഞങ്ങൾക്ക് ഈ ഭൂമിയിൽ ജീവിക്കേണ്ട, ഏതോ സ്വർഗത്ത് കിട്ടാൻ പോകുന്ന ഉയർന്ന മാർവിടമുള്ള ഉടയാത്ത മാർവിടമുള്ള 72 ഹൂറികളുടെ കൂടെ മധ്യപ്പുഴയിൽ രമിച്ച് സുഖിച്ച് കഴിയാൻ വേണ്ടിയിട്ടായിരിക്കണം ഈ ബോധമില്ലായ്മ കാണിച്ചു വെച്ചത്. ഉദാഹരണത്തിന് ഇപ്പോൾ ഇവിടെ മുഖ്യമന്ത്രിയാവുമെന്ന് കരുതപ്പെടുന്ന KC അല്ലെങ്കിൽ VD സതീശൻ, അതുമല്ലെങ്കിൽ രമേശ് ചെന്നിത്തല, പോട്ടെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ, ഇവരുടെയൊക്കെ പ്രൈവറ്റ് സെക്രട്ടറിയെ വധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കുക. അതാര് ചെയ്തതാണേലും അവർ പിടിക്കപ്പെടും, ശിക്ഷിക്കപ്പെടും എന്ന കാര്യത്തിൽ ആർക്കും ഒരു തർക്കവുമില്ല. എന്നിട്ടും അത് ചെയ്യണമെങ്കിൽ എത്രമാത്രം അവർക്ക് ആ വിജയത്തിൽ കുരുപൊട്ടി കാണുമെന്ന് ഓർക്കുക. തീർച്ചയായിട്ടും അവർ 916 സുഡാപ്പികളും ജിഹാദികളുമായിരിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അവരിനി ഇന്ത്യക്കാർ തന്നെയാണോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഈ ഇന്ത്യയിൽ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുത്തനും ഇതുപോലൊരു കടുങ്കൈ ചെയ്യില്ല. കാരണം മുഖ്യമന്ത്രിയാവാൻ പോകുന്ന ഒരാളുടെ പ്രൈവറ്റ് സെക്രട്ടറിയെ വെടിവെച്ച് കൊന്നിട്ട് മര്യാദയ്ക്ക് ഈ ഭൂമിയിൽ ജീവിക്കാമെന്ന് അല്പമെങ്കിലും ബുദ്ധിയുള്ള ആരെങ്കിലും കരുതുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അതാണ് ഇവിടെ സംഭവിച്ചത്. അപ്പോൾ സ്വാഭാവികമായിട്ടും താൻ മുഖ്യമന്ത്രിയാവാൻ പോകുമ്പോൾ തൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആവേണ്ടിയിരുന്ന, തൻ്റെ കൂടെ ഇനിയും ഒരുപാട് കാലം ഉണ്ടാവേണ്ടിയിരുന്ന, താൻ സഹോദരനെ പോലെ കണ്ടുകൊണ്ടിരുന്ന ചന്ദ്രനന്ദനെ കൊന്ന ആൾക്കാരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണമോ അതോ ഇനി ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥ് ചെയ്യുന്ന പോലെ ചെയ്യണമോ എന്ന രണ്ട് ഓപ്ഷൻ മാത്രമേ ഈ സുവേന്ദു അധികാരിയുടെ മുന്നിൽ കാണൂ. തീർച്ചയായിട്ടും അദ്ദേഹത്തെ നമുക്ക് പെടുത്താവുന്ന ഒരു ഗണം എന്നത് ഈ യോഗി ആദിത്യനാഥ്, ആസാമിലെ മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ, ആ ശ്രേണിയിലേക്ക് മൂന്നാമതൊരാൾ കൂടി വരുന്നുണ്ടെങ്കിൽ അയാളുടെ പേരാണ് സുവേന്ദു അധികാരി. അതിനാൽ ഞാൻ ഉറപ്പിച്ച് പറയുന്നു, ഈ ചെയ്തവന്മാരൊന്നും നിയമത്തിൻ്റെ മുന്നിലോ കോടതിയിലോ ജയിലിലോ എത്തില്ല. അതിനു മുമ്പ് തന്നെ അവർക്ക് വേണ്ട സ്ഥലത്ത് തന്നെ അവർ എത്തിക്കഴിഞ്ഞിരിക്കും. അത് യോഗി സ്റ്റൈലിൽ വണ്ടി മറിഞ്ഞായിരിക്കുമോ അതോ എൻകൗണ്ടറിൽ കൊല്ലപ്പെട്ടായിരിക്കുമോ എന്ന് മാത്രം നോക്കിയാൽ മതി. എന്തായാലും അത് സംഭവിച്ചിരിക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. അത് നടന്നിരിക്കും. കാരണം യോഗി ചേട്ടനും ഹിമന്ത ബിശ്വ ശർമ്മ അനിയനുമാണെങ്കിൽ അവരുടെ അനിയനാവണോ ചേട്ടനാവണോ എന്ന കാര്യത്തിൽ മത്സരിക്കുന്ന ഒരു വ്യക്തിയാണ് ഇപ്പോൾ സുവേന്ദു അധികാരി എന്ന് ഏതാനും ദിവസങ്ങൾ മാത്രമുള്ള അദ്ദേഹത്തിൻ്റെ ചില പ്രതികരണങ്ങൾ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കട്ട കോമ്പറ്റീഷനാണ് നടക്കാൻ പോകുന്നത്. ജിഹാദികൾക്കും സുഡാപ്പികൾക്കും പ്രത്യേകിച്ചും കടന്നു കയറി വന്നവർക്ക് ഇനി അത്ര നല്ല നാളുകളായിരിക്കില്ല എന്നത് ഉറപ്പാണ്.